പന്തളം. സാഹിത്യ രംഗങ്ങളിലൂടെയും മറ്റ് കലാകായിക രംഗങ്ങളിലൂടെയും തങ്ങളുടെ കഴിവ് തെളിയിച്ചവർ, ജീവിത വിജയം കണ്ടെത്തിയവർ, അവരുടെ വിശേഷങ്ങളാണ് കാണാം. അതിഥി. നമസ്കാരം. നമസ്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്തയിൽ ഇന്ന് നമ്മുടെ അതിഥി എഴുത്തുകാരനും സംവിധായകനുമായ കനകരാഘവനാണ്. കനകരാഘവനെ നമസ്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ചിത്രീകരണം പൂർത്തിയാക്കിയ 8.25 സെക്കൻഡ് എന്ന സിനിമയെക്കുറിച്ച് തന്നെ ആദ്യം ചോദിക്കാം. ഒരു ആണിനും പെണ്ണിനും തമ്മിൽ പ്രണയം തോന്നാനായി 8.25 സെക്കൻഡ് തന്നെയാണ് വേണമെന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് വെച്ചാണോ ഈ പേര് സെലക്ട് ചെയ്യാൻ കാരണം? അതെ, ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പേര് ഡിസൈൻ ചെയ്തത്. പ്രത്യേകിച്ചും 8.25 സെക്കൻഡ് അല്ല, 8.2 സെക്കൻഡാണ്. അപ്പോൾ 8.2 സെക്കൻഡ് എന്ന് എഴുതി കഴിയുമ്പോൾ പല രീതിയിൽ വായിക്കാനുള്ള സാധ്യതയുണ്ട്. 8.2 എന്ന് വായിക്കാം, ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ വായിക്കാം. അപ്പോൾ അത് പേരിനൊരു ഏകതാനത കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത് 8.25 ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 8.25 സെക്കൻഡ് എന്ന് മാറ്റിയത്. ചെറിയൊരു വേരിയേഷൻ വരുത്തിയെന്നേ ഉള്ളൂ. ഇതൊരു ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ അക്സെപ്റ്റഡ് ആയിട്ടൊരു തിയറിയാണ്. ഒരു ആണിന് പെണ്ണിനെ കണ്ടു കഴിയുമ്പോൾ പ്രേമം തോന്നാൻ എടുക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയം ഇത് 8.2 സെക്കൻഡ്സ് ആണ്. ഇത്ര ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേര് നമ്മൾ തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഈ സിനിമയിലേക്ക് വന്നാൽ നിരവധി പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിത്രീകരിച്ച ഒരു ചിത്രമാണ്. അതിനെക്കുറിച്ച് ഇത് പ്രധാനമായിട്ടും നമ്മൾ ഒരു 3 ക്യാമറ അറ്റ് എ ടൈം യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രധാന ഗുണം ആക്ഷൻ കണ്ടിന്യൂറ്റി, ഇമോഷണൽ കണ്ടിന്യൂറ്റി അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ക്ലോസപ്പിന് വേണ്ടിയിട്ട് വേറെ എല്ലാ ലൈറ്റപ്പും എല്ലാം മാറ്റി ആർട്ടിസ്റ്റിനെ ആ മൂഡിൽ നിന്ന് മാറ്റി വീണ്ടും പഴയ മൂഡിലേക്ക് കൊണ്ടുവന്ന ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയുടെ പ്രശ്നമുണ്ട്. പിന്നെ ഈ ആക്ഷന് പലപ്പോഴും നമ്മൾ ഒരു ക്യാമറ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ആക്ഷൻ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ഒരു എന്താ പറയുക സാങ്കേതിക തലത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇവിടെ അത് വരുന്നില്ല. ഒരു ആർട്ടിസ്റ്റിന് റിയൽ ടൈം ഒരു സീൻ വർക്ക് ചെയ്യേണ്ട അത്ര റിയൽ ടൈമിൽ അയാൾക്ക് ഭംഗിയായിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം ഇതിലുണ്ട്. അപ്പോൾ അയാളുടെ കഴിവ്, ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവ് പരമാവധി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഫ്രീഡമാണ് ഇതിൻ്റെ അവരുടെ ഫ്രീഡവും അവരുടെ റിലാക്സേഷനുമാണ് ഇതിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ 3 ക്യാം യൂസ് ചെയ്തത്. ഈ 3 ക്യാമറയുടെ ഉപയോഗത്തിൻ്റെ വേറെ പ്രത്യേകത നമുക്ക് ഏറ്റവും എളുപ്പം വർക്ക് പൂർത്തിയാക്കാമെന്നുള്ള ഒരു സീൻ എത്ര സമയമാണോ റൺ ചെയ്യുന്നത് അത്രയും സമയം കൊണ്ട് നമുക്ക് ആ സീനിൻ്റെ വർക്കും ഷൂട്ട് ടൈം നമുക്ക് പരിമിതപ്പെടുത്തിയാൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതേ അളവിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് 2 ഫ്രീഡം ഉണ്ട്. ഡയറക്ടർ ഭാഗത്തും ഫ്രീഡം ഉണ്ട്, ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തും അതിൻ്റെ ഫ്രീഡം ഉണ്ട്. ശരിക്കും അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഉദയനാണ് താരത്തിൽ അവസാന ചിത്രീകരണം. അതെ, ശരിക്കും ശ്രീനിവാസനെ അറിയാതെ തന്നെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ ആക്ടർക്ക് ഒരുപാട് ടേക്കുകൾ വേണ്ടി വരില്ല, ഉള്ള സമയം നന്നായി പെർഫോം ചെയ്യാൻ കഴിയും. അത് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരണം ആർട്ടിസ്റ്റും. കാരണം സാധാരണ കൺവെൻഷൻ രീതിയിൽ ക്ലോസപ്പ് എടുക്കുമ്പോൾ നമ്മൾ തെർമോക്കളൊക്കെ വെച്ച് അവർക്ക് ലൈറ്റപ്പ് ചെയ്ത് അവർ വേറൊരു മൂഡിലേക്ക് വരും. അത് കിട്ടാതെ വരുമ്പോൾ ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ചെറിയൊരു അസ്വസ്ഥത തോന്നും. കാരണം അവർ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ലയോ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് വേണ്ട രീതിയിൽ എടുത്തിട്ടില്ലേ എന്നൊരു സംശയം വരാം. പക്ഷേ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ത്രൂ ഔട്ട് വർക്കിൽ ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ക്യാമറ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുമായിട്ട് പരിചയപ്പെട്ട് വന്നു കഴിയുമ്പോൾ അവർക്കത് വളരെ എളുപ്പമാണ്. അത് പെർഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ അവരിത്തിരി അസ്വസ്ഥരാകും. കാരണം 1 ക്യാം ഷൂട്ടിൻ്റെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ട്രീറ്റ്മെൻറ്റാണ് ഇതിലുള്ളത്. സാധാരണ ഇപ്പോൾ നമ്മൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില സാധനത്തിന് 2-3 ക്യാമറ യൂസ് ചെയ്യിക്കും. സാധാരണ ലെവലിൽ തന്നെ 3 ക്യാമറ യൂസ് ചെയ്തിട്ടൊരു പരിചയം അവർക്ക് വന്നിട്ടില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ശരിയാണ്. പുതുമുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല. പുതുമുഖങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അടുത്ത പടം വരുമ്പോൾ പിന്നീട് ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ ഇവർക്ക് ഇതിൽ പുതുമുഖങ്ങൾക്കുള്ളൊരു വരുന്ന ഒരു പ്രശ്നം അടുത്ത പടത്തിൽ ഈ ആക്ഷൻ കണ്ടിന്യൂറ്റിയൊക്കെ മനസ്സിൽ വെക്കണം. ഇവിടെ ആ പ്രശ്നമില്ല. ആക്ഷൻ കണ്ടിന്യൂറ്റി എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒരു തീരെ ബോധേടാവേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് വളരെ ഫ്രീഡം ഉണ്ടെന്നുള്ള. പക്ഷെ മറ്റ് ആർട്ടിസ്റ്റുകൾ ഇത് പഴയ രീതി ശീലിച്ച് വരുന്ന ആർട്ടിസ്റ്റിന് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം അവർ പൂർണ്ണമായിട്ടും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം അവർക്ക് വരും.
അപ്പൊ ശരിക്കും സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം. കാരണം ഈ മുൻപേ അഭിനയിച്ചു വരുന്ന അഭിനേതാക്കൾക്ക് ഇത് സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായമാണോ, അതോ ഇതാണോ കൂടുതൽ നല്ലത്, അതോ മറ്റേ പഴയ രീതിയിലുള്ള ഇതാണോ നല്ലത് എന്ന് സംസാരിച്ചിട്ടുണ്ടോ? തീർച്ചയായും മധു സാറ് വളരെ സീനിയർ ആണല്ലോ, അദ്ദേഹം വളരെയധികം ഹാപ്പി ആയിരുന്നു. കാരണം അദ്ദേഹം പ്രത്യേകിച്ചും എന്നെ വിളിച്ചു പറഞ്ഞു, കാരണം ഇത് ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ഫ്രീഡം വളരെ വലുതാണ്. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ സ്വാഭാവികമായിട്ട് വളരെ ഫ്രീഡത്തോടുകൂടി ആ ഒരു ഫ്രെയിമിൻ്റെ ചട്ടക്കൂടലിന് അപ്പുറം നിന്ന് അഭിനയിക്കാൻ പറ്റുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു ദേവന അഭിപ്രായമായിരുന്നു, വിജയരാമചേട്ടൻ്റെ അഭിപ്രായമായിരുന്നു. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സാധനം, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിലേക്ക് വരണം, ഇത് ഏത് രീതിയിലാണ് അവരെ നമ്മൾ ചിത്രീകരിക്കുന്നതെന്നൊരു അവയർനെസ് അവർക്ക് നമ്മളും കൊടുക്കണം, അവരത് മനസ്സിലാക്കാൻ വേണം. അതുപോലെ തന്നെ മറ്റൊരു മാധ്യമങ്ങളിലൂടെ വന്ന വളരെ പ്രധാനപ്പെട്ട, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വെള്ളത്തിനടിയിൽ ചിത്രീകരിച്ച ഗാനരംഗം, അതിൻ്റെ ആ ഒരു അനുഭവം. ഇത് നമ്മൾ ഈ കഥയുടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേക ഘട്ടത്തിലാണ് നമുക്കിങ്ങനെ തോന്നി പാട്ട് വന്നു. അപ്പോൾ എൻ്റെ അസോസിയേറ്റ് വിനോദ് വിജയ്ക്ക് ഈ ഒരു ഐഡിയ വന്നു. കാരണം അയാളൊരു ബേസിക്കലി സ്വിമ്മറാണ്. അപ്പോൾ വിനോദിൻ്റെ ഒരു സജഷനായിരുന്നു നമുക്കിത് വെള്ളത്തിനടിയിൽ വെച്ച് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അല്പം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഫീലിങ്സ് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ വെള്ളം എന്ന് പറയുന്നതിന് ലവിൻ്റെയൊക്കെ ഒരു സിമ്പലാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് വെള്ളത്തിനടിയിൽ വെച്ച് ചിത്രീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ വന്നൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിനടിയിൽ വെച്ച് ചിത്രീകരിക്കാനുള്ള സാങ്കേതിക വിദ്യ നമുക്ക് അത്ര എളുപ്പമല്ല. ഇതിന് നമ്മൾ ഉപയോഗിച്ചത് സിനു സിദ്ധാർത്ഥിൻ്റെ ഒരു സാങ്കേതിക വിദ്യ. അദ്ദേഹമാണ് അത് ചിത്രീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വാട്ടറിൽ ഇത് ചെയ്യുന്ന കിറ്റുണ്ടായിരുന്നു, വാട്ടറിൽ ക്യാമറ ഇൻസെർട്ട് ചെയ്യാനുള്ള കിറ്റുണ്ടായിരുന്നു. സിനു സിദ്ധാർത്ഥാണ് ആ വെള്ളത്തിലുള്ള ഗാനരംഗം ചിത്രീകരിച്ചത്. അതിൽ എൻ്റെ അസോസിയേറ്റ് വിനോദ് വിജയാണ് അതിൻ്റെ വെള്ളത്തിൽ ഉള്ള അത്രയും ഏരിയ വർക്കൗട്ട് ചെയ്തത്. അത് വളരെ ശ്രമകരമായിരുന്നു, രസകരമായിരുന്നു. കാരണം ആർട്ടിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷനും സഹകരണവും ഭയങ്കര. പത്മശ്രീയും ജിമിയും അവർ നീന്തൽ പഠിച്ചു എന്ന് മാത്രമല്ല, അവർ വെള്ളത്തിനടിയിൽ 1 മിനിറ്റൊക്കെ വെള്ളത്തിനടിയിൽ വളരെ കംഫർട്ടായിട്ടിരിക്കുകയും വെള്ളത്തിനടി അടിയിലാണെന്നൊരു തോന്നലുണ്ടാക്കാത്ത രീതിയിൽ അവർ പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകം. വെച്ചാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ക്യാമറാമാനും അസോസിയേറ്റും വെള്ളത്തിന് പുറത്ത് വന്നാലും പിന്നെ നമ്മൾ 6-7 സെക്കൻഡ് കഴിയും ഇവർ വരാനായിട്ട്. കാരണം ഇവർ അത്രമാത്രം വെള്ളമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതൊരു പ്രത്യേക ഒരു ഷൂട്ട് സമയത്താണ് നമ്മൾ എൻജോയ് ചെയ്തൊരു കാര്യം. അത് പിന്നെ സ്വാഭാവികമായിട്ട് വരുന്ന സംശയം, ക്യാമറ, ഇതിനു വേണ്ടി ക്യാമറ എവിടെ നിന്ന് വരുത്തിയ അതിനെക്കുറിച്ച് അറിയില്ല. ക്യാമറയല്ല അതിൻ്റെ പ്രത്യേകിച്ച് ഈ വെള്ളം കയറാത്ത ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമായിരുന്നു. അത് സിനു സിദ്ധാർത്ഥ അമേരിക്കയിൽ നിന്ന് വരുത്തിയൊരു സംഭവം. അതിലാണ് നമ്മളിത് ചിത്രീകരിച്ചത്. അദ്ദേഹത്തിന് ഈ അണ്ടർ വാട്ടർ ഷൂട്ടിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു കിറ്റ് ഉപയോഗിച്ചാണ് ഈ ചിത്രീകരണം നടത്തിയത്. പിന്നെ ശരിക്കും ഈ സിനിമ എത്ര നാളായുള്ള, ഒരുപാട് ഷോർട്ട് ഫിലിമും പരസ്യ ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഒക്കെ ചെയ്തിട്ടുണ്ട്. സിനിമ എത്ര നാളായി മനസ്സിലുള്ള? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഫിഫ്ത്ത് എലമെൻ്റ് എന്ന് പറയുന്ന കമ്പനി ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചു പറയായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ എന്നെ വിളിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ വർക്കിൻ്റെ തുടക്കം. ചെന്നു ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ടോമി, അദ്ദേഹം SD കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്, അദ്ദേഹമായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ ഞാനും ടോമിയും പിന്നെ മറ്റു സുഹൃത്തുക്കളെല്ലാവരും കൂടി ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഥ അങ്ങ് സ്ക്രിപ്റ്റ് ആക്കിയായിരുന്നു. അതേതാണ്ട് നമുക്കൊരു മാസത്തെ വർക്ക് സ്ക്രിപ്റ്റിൽ വന്നു. കാരണം നമ്മുടെ സ്ക്രിപ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. കഥ നന്നായി പറയുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം, ഗിമ്മിക്സ് കാണിക്കുന്നതിലല്ല. ഈ കഥ പറയുന്നതിൽ ആ കഥയ്ക്കൊരു ബേസ് ഉണ്ടാവണം, കഥ കുറച്ചും കൂടെ ആൾക്കാരായിട്ട് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവണം, സത്യസന്ധമായിരിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നിശ്ചയിച്ചിരുന്നു. പിന്നെ മാത്രമല്ല വേറൊരു ഇതൊരു പ്രത്യേക ഒരു അർബൻ ഏരിയയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കഥ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിത് ഈ കഥ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു മൾട്ടിപ്ലെക്സ് ഫിലിമല്ല. ഗ്രാമത്തിലുള്ളവർക്കും അല്ലെങ്കിൽ വളരെ റൂറൽ ഏരിയയുള്ളവർക്കും നഗരത്തിലുള്ളവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുഹൂർത്തങ്ങളും ജീവിത സാഹചര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കഥ ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ ഒരു ചിത്രീകരണം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട്, കാരണം പല സിനിമകളും നീണ്ടുപോകുന്നതിന് പ്രധാന കാരണം സ്ക്രിപ്റ്റ് പൂർത്തിയാവാത്തതും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച് നോക്കിയാൽ വളരെ പെട്ടെന്ന് ഒരു സിനിമാ രംഗത്തേക്ക് ആദ്യമായിട്ടാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഇത്ര ചുരുങ്ങിയ 18 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിന്റെ ആ ഒരു പ്രിപ്പറേഷൻ 16 ദിവസം വേണ്ടി വന്നു. നമ്മൾ 15 ദിവസം പ്ലാൻ ചെയ്തു, ഒരു ദിവസം ഒരു വ്യത്യാസം വന്നു. കാരണം ചില യാത്ര ഷിഫ്റ്റ്, നമ്മൾ ചില സ്ഥലത്ത് ഷിഫ്റ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ലൊക്കേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് അത് പലപ്പോഴും നമുക്ക് ഷെഡ്യൂളിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വന്നു. ഇതിൻ്റെ പ്രധാന കാരണം ഇത് തീരാനുള്ള നമ്മൾ പ്ലാനിങ് ഒരു ഘടകമാണെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ മറ്റുള്ള പ്രവർത്തകരുടെ സഹകരണമാണ് പ്രധാന കാരണം. അവർ സഹകരിച്ചില്ലെങ്കിൽ നമുക്ക് സിനിമ തീർക്കാൻ പറ്റില്ലല്ലോ. ഇവരുടെ ഒരു സഹകരണം ആണ് ഒരു പ്രധാന ഘടകം. പിന്നെ നമുക്ക് വിചാരിച്ചതുപോലെ ആ ഒരു ടൈം ഷെഡ്യൂളിനുള്ളിൽ ഒരു പരിധി വരെ നമുക്ക് നിർത്തിക്കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ 3 ക്യാം ഷൂട്ട് ഒരു പരിധി വരെ അത് സഹായിച്ചു, ടൈം നമുക്ക് വളരെ കുറയ്ക്കാൻ സഹായിച്ചു. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സ്റ്റെൻസീവായിട്ടുള്ളൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു പല സ്ഥലത്തേക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ചിത്രീകരിക്കുന്ന സിനിമയ്ക്ക് യോജ്യമല്ലാത്ത രീതിയിലുള്ള ഷിഫ്റ്റിങ്ങൊക്കെ ആയിരുന്നു നമുക്ക് വന്നിരുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് ഈ നല്ല പ്ലാനിങ് കൊണ്ട് അത് തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളിൽ തന്നെ പരമാവധി ഒതുക്കാൻ നോക്കി. കുറച്ച് കുളത്തൂപ്പുഴ ഭാഗത്തുണ്ടായിരുന്നു, പിന്നെ ടെക്നോ പാർക്ക്, ഈ തിരുവനന്തപുരത്തിൻ്റെ പരിസരം തന്നെയായിരുന്നു. പക്ഷേ ഷിഫ്റ്റ് എന്നൊരു വലിയൊരു ഘടകം. കാരണം ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, യൂണിറ്റ് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടമാന സമയം പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ടൈം ലിമിറ്റും ടൈം പ്രഷറും പിന്നെ ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി അതിനൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ബജറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ആ ടൈമിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രെയിനും സ്ട്രെസ്സും അനുഭവിച്ചെങ്കിലും നമുക്ക് വിത്തിൻ 16 ഡേയ്സ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു, 3 ക്യാം ഷൂട്ടാണെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് 16 ദിവസം കൊണ്ട് സിനിമ ചിത്രീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. ഈ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള, ഇന്ന് വളരെയേറെ ചിലവുകളാണ് സിനിമയ്ക്ക് ഉണ്ടാകുന്നത്, പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടിനെ കുറിച്ച്. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൽ ഫിഫ്ത്ത് എലമെൻറ്റിൽ 5 പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിലും സന്തോഷ് ബാബു സാറിനാണ് അതിൻ്റെ മുഖ്യ പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇദ്ദേഹം ബേസിക്കലി ഒരു സിനിമാറ്റോഗ്രാഫറാണ്, സിനിമയുടെ A to Z അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എവിടെയാണ് സിനിമയുടെ ലാഗിങ്, എവിടെയാണ് സിനിമയുടെ പ്രൊഡക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ സമയം അപഹരിക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ വ്യക്തമായ ധാരണയുള്ളൊരു പ്രൊഡ്യൂസറുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര വളരെ സുഖമുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം പ്രശ്നം എവിടെയാണോ പ്രശ്നം, അത് പ്രൊഡ്യൂസർക്കും അറിയാം. ഇങ്ങനെ അറിയുമ്പോൾ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കുള്ളൊരു പ്രത്യേകത, അവർക്ക് ഒത്ത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ലാഗ് വരാവുന്നൊരു ഏരിയയാണ് ക്യാമറ. അതുകൊണ്ട് തന്നെ 3 ക്യാം ആക്കണം എന്നുള്ള നിർദ്ദേശം വന്നത് തന്നെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നാണ്. 3 ക്യാം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ സമയലാഭം ഉണ്ടാകാം. സമയലാഭം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ 3 ക്യാമറ ഉപയോഗിക്കുമ്പോൾ 3 ദിവസത്തെ വർക്ക് ഒരു ദിവസം കൊണ്ട് തീരുന്നത്. അത് ബേസിക്കലി സന്തോഷ് ബാബു സേനൻ ഒരു ക്യാമറമാൻ കൂടി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഇത് മുന്നോട്ട് വയ്ക്കും. എന്നെപ്പോലെ ഒരു ന്യൂ കമ്മറിനെ അതിന് യൂസ് ചെയ്ത് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യമാണ്. കാരണം എൻ്റെ വർക്ക് കണ്ട് എൻ്റെ വർക്കിൻ്റെ പരിചയത്തിൻ്റെ പുറത്താണ് അദ്ദേഹം അതിനെന്നെ നിയോഗിച്ചത്. അപ്പോൾ അത് പൂർത്തിയാക്കുമ്പോൾ പ്രൊഡ്യൂസറുടെ ഒരു വ്യക്തമായ ഒരു പിന്തുണ ഇല്ലാതെ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ 16 ദിവസം കൊണ്ട് ഈ വർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ നടീനടന്മാരുടെ പത്മസൂര്യ, ജിമ്മി, മധുസാർ, നടീനടന്മാരുടെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ. ഇതിൽ നമ്മൾ വേറൊരു കാര്യം ചെയ്തത്, പുതിയ നടീനടന്മാർ, അവർ പത്മസൂര്യ അഭിനയിച്ചിട്ടുണ്ട്, ജിമ്മി അഭിനയിച്ചിട്ടുണ്ട് സിനിമകളിലെങ്കിലും നമ്മളിവർക്ക് ഒരു വർക്ക്ഷോപ്പ് കൊടുത്തിരുന്നു. സ്ക്രിപ്റ്റ് വേസ് നമ്മൾ മൂവ്മെൻറ്റും കാര്യങ്ങളും ഡയലോഗ് ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ ഇതിൽ രോഹിത് എന്ന് പറഞ്ഞൊരു ആൾ നടൻ അഭിനയിക്കുന്നുണ്ട്, വില്ലൻ. ആൾ ന്യൂ കമ്മറാണ്. ഇദ്ദേഹത്തിന് നമ്മൾ ശരിക്കും പരിശീലനം കൊടുത്തിരുന്നു. അവരുടെ സഹകരണം നന്നായിട്ടുണ്ടായിരുന്നു. അവർ ഡയലോഗ് പഠിക്കാനും സ്ക്രിപ്റ്റ് പഠിക്കാനും ഒക്കെ അവർ സഹകരിച്ചു. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചത് ആർട്ടിസ്റ്റുകളെ കൊണ്ട് പരമാവധി ഡയലോഗ് പഠിപ്പിച്ച് പറയാനായിരുന്നു, പ്രോംപ്റ്റിങ്ങിനേക്കാൾ കൂടുതൽ. കാരണം ഈ ആർട്ടിസ്റ്റ് ശരിക്കും ആ സീനിനെ കുറിച്ച് മനസ്സിലാക്കി സ്വാഭാവികമായിട്ടും ഡയലോഗ് പറയുമ്പോൾ കുറച്ചും കൂടെ സ്വാഭാവികത വരും. പിന്നെ മാത്രമേ ഏറ്റവും കൂടുതൽ ഡയലോഗ് പഠിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ടൈമിൻ്റെ പ്രശ്നം വരുന്നത്. ഇത് നമുക്ക് റീടേക്ക് എടുക്കേണ്ട അവസരം വളരെ കുറവായിരുന്നു. റീടേക്ക് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രമാത്രം ഇവർ
ഒന്നാമത് ജിമി ജസ്റ്റ് ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് വന്ന കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാനും പെട്ടെന്ന് മനസ്സിൽ നിർത്താനുമുള്ള ശേഷി വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ പത്മസൂര്യയും വിദ്യാഭ്യാസപരമായിട്ട് അയാൾ MBA കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്യാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഗുണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ, ഡയലോഗ് നമ്മൾ പഠിപ്പിച്ചതുകൊണ്ട് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരു തടസ്സം ഉണ്ടായിട്ടില്ല. അവർ വളരെ മനോഹരമായിട്ട് ഇമ്പ്രവൈസ് ചെയ്തിട്ട് ആ ഡയലോഗ് പറഞ്ഞിരുന്നു. അത് വലിയൊരു ഗുണമായിരുന്നു. അവരുടെ സഹകരണം ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട. ഈ വർക്ക് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തീർന്നത് ഈ ആർട്ടിസ്റ്റിൻ്റെയും കൂടെ ഒരു സഹകരണം വന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ ബേസിക്കലി ഒരു എഴുത്തുകാരനാണ്. വർഷങ്ങളായ ആനുകാലികങ്ങളിലും മറ്റും സിനിമയെക്കുറിച്ചും അതോടൊപ്പം കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് എഴുതുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു സംശയം, ഈ എഴുത്തുകാരനായിട്ട് ഉള്ള ഒരാൾ മറ്റൊരു വ്യക്തി എഴുതിയ തിരക്കഥ സംവിധാനം ചെയ്യാതെ സ്വന്തമായി എഴുതിയ തിരക്കഥയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം വരാതെ എന്തുകൊണ്ടാണ്? ഇതിപ്പോൾ എനിക്ക് ഇവർ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വന്ന പ്രോജക്റ്റിൽ ഓൾറെഡി അതിൽ സ്ക്രിപ്റ്റ് അടക്കമുള്ളൊരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോൾ പിന്നെ ഞാൻ ബേസിക്കലി ഇതിൻ്റെ വർക്കിൻ്റെ കൂടെ കംപ്ലീറ്റ് ഞാൻ നിന്ന് വർക്ക് ചെയ്തു. ഈ സ്ക്രിപ്റ്റിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടെ റീവർക്ക് ചെയ്തും ഒക്കെ ഞാൻ സഹകരിച്ചതാണ്. അപ്പോൾ ആക്ച്വലി കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് ബൈ ഹാർട്ടായിരുന്നു. ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് പോലെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ ഈ ഫിഫ്ത്ത് എലമെൻറ്റിന് അതിൻ്റേതായ ഒരു സംവിധാന രീതിയുണ്ട് ഈ ഒരു പ്രൊഡക്ഷനിൽ. ആ പ്രൊഡക്ഷന് ആ രീതി അനുസരിച്ച് മാത്രമേ നമുക്ക് ആ ഒരു തരത്തിലുള്ള സ്ക്രിപ്റ്റ് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ തിരഞ്ഞെടുത്ത സ്ക്രിപ്റ്റേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ വ്യക്തിപരമായ സ്ക്രിപ്റ്റിന് അവിടെ പ്രസക്തിയില്ല ഒന്നാമത്. പിന്നെ അവരുടെ സ്ക്രിപ്റ്റ് മോശമായ സ്ക്രിപ്റ്റല്ല. കാരണം അവർ വ്യക്തമായിട്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് പഠനം നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഫിഫ്ത്ത് എലമെൻറ്റ്. അപ്പോൾ അവരുടെ സ്ക്രിപ്റ്റ് എല്ലാവിധത്തിലുള്ള ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അത് തീർച്ചയായിട്ടും ഞാൻ വളരെ കംഫർട്ടായിരുന്നു ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ എല്ലാ തലങ്ങളും അതിൽ പ്രതിഫലിക്കുന്നൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ എനിക്ക് എളുപ്പമായിരുന്നു അതിൽ വർക്ക് ചെയ്യാനായിട്ട്. മാത്രമല്ല എനിക്ക് ഷൂട്ടിനിടയ്ക്ക് സ്ക്രിപ്റ്റ് നോക്കേണ്ട ആവശ്യം വന്നില്ല പലപ്പോഴും. കാരണം എല്ലാം എൻ്റെ മനസ്സിൽ A to Z സ്ക്രിപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അടുത്ത ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. അടുത്ത ഞാൻ ചെയ്യുന്ന സിനിമ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വ്യാപ്തം എന്നൊരു സിനിമയാണ്. അത് PK സുധിയുടെ കഥയെ ബേസ് ചെയ്തിട്ടാണ്. കഥ നമ്മുടെ സുധിയുടെ ആണെങ്കിലും തിരക്കഥയും സംഭാഷണവും എൻ്റെയാണ്. അതിത്തിരി ഇപ്പോഴത്തെ ഗ്ലോബലൈസേഷനായിട്ട് ബന്ധപ്പെട്ട് സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ് അതിൻ്റെ സബ്ജക്റ്റ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് പൂർണ്ണമായിട്ടും എൻ്റെ സ്ക്രിപ്റ്റാണ്. കഥ മാത്രമേ മാറ്റുള്ളൂ. പക്ഷേ അത് കഥ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനത്തെയാണ് അടുത്തത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയുടെ ഏറ്റവും പുതിയൊരു ട്രെൻഡ് നോക്കിയാൽ നവയുഗ സിനിമകളുടെ ഒരു ആവിർഭാവം, അതിൻ്റെ ഒരു വിജയം അതാണ് കാണിക്കുന്നത്. സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളെക്കാൾ ഉപരി ഇപ്പോൾ വരുന്ന ചെറിയ ചിത്രങ്ങൾ, 22 ഫീമെയിൽ പോലുള്ള ചെറിയ ചിത്രങ്ങൾക്കാണ് കൂടുതൽ പ്രേക്ഷകരും അതോടൊപ്പം പുതുമ അംഗീകരിക്കാൻ മലയാളി പ്രേക്ഷകർ തയ്യാറായിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഇത് സൂപ്പർ സ്റ്റാർ ചിത്രം എന്ന് പറയുമ്പോഴേ നമുക്കത് കുറവായിട്ട് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് സൂപ്പർ സ്റ്റാർ ചിത്രം നല്ലൊരു അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയൊരു നമ്മൾ സിനിമ ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. സൂപ്പർ സ്റ്റാറോ മറ്റു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇവരുടെ ഒരു തികവ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി സൂപ്പർ സ്റ്റാറിൻ്റെ ആ തികവാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ദോഷമായിട്ടല്ല ഞാൻ കാണുന്നത്. പിന്നെ നമുക്ക് പലപ്പോഴും നമ്മളെപ്പോഴുള്ള ഈ നവാഗതർക്ക് ഇവരെ കിട്ടുകയില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് ഇവരെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് നമുക്ക് അവർ അന്യമായി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ പരിമിതമായ ബജറ്റും പിന്നെ നമ്മളുടെ ഇപ്പോൾ പുതിയൊരു കാഴ്ചപ്പാടും വരുന്നതുകൊണ്ടാണ് ഈ പുതിയ സബ്ജക്റ്റ് വരുന്നത്. ഈ സബ്ജക്റ്റ് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ സൂപ്പർ സ്റ്റാർസ് സഹകരിക്കുകയാണെങ്കിൽ ഇത് എക്സലൻ്റ് വർക്കാവും, ഏത് വർക്കും. പിന്നെ പുതിയ ആൾക്കാർക്ക്, പുതിയ ടാലൻ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ പിടിച്ച് ജയിക്കാൻ പറ്റുള്ളൂ. നമ്മളും തിരഞ്ഞെടുക്കുന്നത് മോശം ആർട്ടിസ്റ്റല്ല. ഇപ്പോൾ ഒരു ന്യൂ വേവ് സിനിമ എന്ന് പറയുമ്പോൾ അഭിനയശേഷി ഇല്ലാത്തവരല്ല നമ്മൾ എടുക്കുന്നത്. അഭിനയശേഷി ഉള്ളവരെ മാത്രമേ നമ്മൾ, അവിടെ യാതൊരു ഒരു കോംപ്രമൈസും അവിടെ ഇല്ല. അവിടെ അഭിനയശേഷി ഉള്ളവരെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തി ചിന്തിക്കണം. നമ്മൾ നല്ല ആക്ടേഴ്സിന് എടുക്കുന്നു എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. പിന്നെ നമുക്ക് ഈ പറയുന്ന ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർസിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അവസ്ഥ വെച്ച്, നമ്മുടെ പ്രൊഡ്യൂസറുടെ നമ്മുടെ അവസ്ഥ വെച്ച് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ എടുക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആരായാലും നല്ല മികവുള്ള ആർട്ടിസ്റ്റിനെ തന്നെയാണ് എടുക്കുന്നത്. അവസാനമായി കുടുംബത്തെക്കുറിച്ച്. കുടുംബം ഭാര്യയും കുഞ്ഞും അമ്മയും ആയിട്ട് ഇപ്പോൾ കവടിയാർ താമസിക്കുന്നു. സ്വദേശം ആലുവയാണ്. ഇപ്പോൾ നെടുമങ്ങാടായിട്ട് 30 വർഷമായി ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് കവടിയാർ താമസിക്കുന്നു.
വളരെയധികം നന്ദി ഈ നമസ്തയിൽ അതിഥിയായി എത്തിയതിനും. നമസ്തയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംവിധായകനും എഴുത്തുകാരനുമായ കനകരാഘവനാണ്. അദ്ദേഹം 8.25 സെക്കൻഡ് എന്ന സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ പൂർത്തിയാക്കി. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നമസ്തേ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്. കേരളം